ലാസ്റ്റ് ഒരു ചെറിയൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. ഡി എം ഫുള്ള് തള്ളക്കുളിയായിരുന്നു. നമ്മൾ രാവിലെ ഇരുന്നേക്കുന്നത് ലൈക്ക് നമ്മളുടെ തള്ളക്കുളി കേട്ടിട്ടായിരിക്കും. നമുക്ക് തന്നെ നമ്മളുടെ കോൺഫിഡൻസും സ്കില്ലും ഒരു സെൽഫ് ഡൗട്ടുമോ ഞാൻ ജീവിക്കുന്നതിന് ഒരു അർത്ഥമുണ്ടോ എന്നുള്ളൊരു സംഭവം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ബട്ട് അതൊരു ഇന്റൻസിറ്റി കൂടി വന്നപ്പോഴേക്കും ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ആളുകളുടെ നിന്ന് ഏൽക്കേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ അത് ആ ഒരു സെൻസിൽ തന്നെ വിട്ടു എന്ന് പറഞ്ഞാൽ പറയുമ്പോ വിട്ടു എന്ന് പറയും. പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ണിനൊക്കെ കുറച്ച് കോമ്പറ്റീഷൻ പോലുള്ള പരിപാടികളുണ്ടല്ലോ, ഇതും കോമ്പറ്റീഷൻ അല്ല, ഈഗോ. അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മളുടെ പേഴ്സണലി എന്തെങ്കിലും ഹറാസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് കണ്ടെത്തിയിട്ട് ആ രീതിയിൽ ആൾക്കാർ പറയുന്നത് ഓ നോക്ക് റീച്ച് കിട്ടി, ഇൻഫ്ലുവൻസർ ആണ്, അവന്റെ ജീവിതം സെറ്റാണ്, പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചാൻസസ് കിട്ടുന്നു, ലൈഫ് സെറ്റായി. നോ, പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തുപ്പൽ പട്ടാസാണ്. ഇത് ഞാനേ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇങ്ങനെ കാണുമ്പോ ഇതെന്താ ഇങ്ങനെ ഒരു പേരിട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും വരാറുണ്ട്. ശരിക്കും ഒറിജിനൽ പേര് എന്താ? പറയൂല. അപ്പൊ ഞാൻ എങ്ങനെ വിളിക്കും? ഓക്കെ, ഇപ്പൊ ഈ തുപ്പൽ പൊട്ടാസ് എന്നുള്ളൊരു പേര് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് ഒരു ചെടി കണ്ടിട്ടുണ്ടോ? ചെടിയുടെ ഒരു വിത്താണ് ആ സംഭവം. പക്ഷെ നമുക്കൊരു വെറൈറ്റി, ഒരു ക്രേസി ഫൺ നെയിം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി, എത്ര ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനും ആ സമയത്ത് ഇത്ര ഒന്നും ചിന്തിച്ചിട്ടില്ല. അല്ല, പേരിടാഞ്ഞത് എന്തായിരുന്നു? ശരിക്കും പേരിടാഞ്ഞത് എന്തായിരുന്നു? ശരി, അല്ല ഞാനിപ്പോ അത് റിഗ്രറ്റ് ചെയ്യുന്നോന്ന് വെച്ചാൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആൾക്കാരൊക്കെ ഇങ്ങനെ വഴി കൂടി പോകുമ്പോഴത്തേനും, കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനും ചേച്ചിയും കൂടി പോവായിരുന്നു. അപ്പൊ ഈ ചേച്ചിക്ക് എന്നെ മനസ്സിലായി. അപ്പൊ ആ ചേച്ചി വിട്ടൊന്ന് തുപ്പല് എന്ന് പറഞ്ഞപ്പോ ഈ ചേട്ടൻ ചാടി. പുള്ളിക്കാരൻ വിചാരിച്ചു ചവിട്ടല്ലേ, തുപ്പല് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് റിയലൈസേഷൻ വന്നത് എന്തായിരുന്നു, വേറെ എന്തെങ്കിലും ഇട്ടാ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി പോയി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം തുപ്പൽ പൊട്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആൾക്കാർക്ക് കൂടുതൽ അറിയാം. ഇപ്പൊ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പേര് വന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇന്ന പേരാണ്, ഇതാണ് ഇയാളുടെ പേര്. മൈൻഡ് ചെയ്യാറില്ല. അല്ല, അവർക്ക് എന്റെ പേര് അറിയാമല്ലോ. അവർ പിന്നെ എന്റെ സ്വഭാവം അവർക്ക് അറിയാം. സോഷ്യൽ മീഡിയയിൽ നിന്നും എന്ത് വ്യത്യസ്തമായിട്ട് കാണിക്കുന്നു എന്നുള്ള കാര്യം, ഐ മീൻ റിയൽ ലൈഫിൽ കാണിക്കുന്ന കാര്യം അവർക്ക് നല്ലപോലെ അറിയാം. സോ അവരങ്ങനെ എടുത്തു പറയാറൊന്നുമില്ല. അവരുടെ ഇങ്ങനെ സെലിബ്രിറ്റി എന്നൊക്കെ വിളിച്ച് കളിയാക്കും. ഞാൻ എന്ന് പറഞ്ഞ് ചിരിച്ചു കൊടുക്കും. ആദ്യമൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇപ്പൊ കമന്റ്സും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ക്രിറ്റിസിസം വരും എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിചാരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ക്രിട്ടിസൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇത് കിട്ടുമ്പോ നമുക്കൊരു ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുമോ? അത് നമ്മളൊരു ഐ മീൻ ഒരു ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടിന് ഒരു സംഭവം കിട്ടുന്നുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. ഓക്കെ, ആൾക്കാർ എന്നെ ഡിസ്കസ് ചെയ്യുന്നു, ദേ ആർ ടേക്കിംഗ് സം ടൈം ടു തിങ്ക് അബൌട്ട് മീ. അല്ലെങ്കിൽ അവരുടെ തലയുടെ ഉള്ളില് അത്രയും കാര്യങ്ങൾ ചിന്തിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അവിടെ ഒരു സ്പേസ് ഇടം നേടിയെടുക്കുന്നതിൽ ഐ വാസ് ഹാപ്പി. ഇപ്പോ എന്താ പറയാ, വരുന്ന നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ, ഇതൊക്കെ എങ്ങനെയായിരുന്നു? എന്നൊക്കെ വന്നിരുന്ന് റിപ്ലൈ കൊടുക്കും, അല്ലെങ്കിൽ ഈ ഡി എമ്മിൽ എന്താണ് അവസ്ഥ? ഡി എമ്മില് ലാസ്റ്റ് ഒരു ചെറിയൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. ഡി എം ഫുള്ള് തള്ളക്കുളിയായിരുന്നു. അത് പിന്നെ ഞാൻ അതിന്റെ പുറകെ ഒന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല. കാരണം കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ആളുകളുടെ നിന്ന് ഏൽക്കേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ അത് ആ ഒരു സെൻസിൽ തന്നെ വിട്ടു എന്ന് പറഞ്ഞാൽ പറയുമ്പോ വിട്ടു എന്ന് പറയും. പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ണിനൊക്കെ കുറച്ച് സീനായിരുന്നു. ഇപ്പൊ പറയുമ്പോ ഭയങ്കര ചിരിച്ചോണ്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എത്രത്തോളം വിഷമം അതിന്റെ ഉള്ളിലുണ്ടെന്നുള്ളത് മറ്റേ പാല് കൊട്ടൊരു എന്റെ അമ്മ ആ ഒരു അവസ്ഥയിലായിരുന്നിരിക്കും. അപ്പൊ ഇതിനകത്തുനിന്നൊക്കെ പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സമയത്തുള്ള സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യണം. നേരിട്ട് ആളുകൾ ചോദിക്കും, ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി അവസ്ഥയാണ്. ഇതൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തോണ്ടിരുന്നത്? ഇപ്പൊ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ ഓക്കെ, ബട്ട് അതൊരു ഇന്റൻസിറ്റി കൂടി വന്നപ്പോഴേക്കും
ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് നോക്ക് റീച്ച് കിട്ടി, ഇൻഫ്ലുവൻസർ ആണ്, അവന്റെ ജീവിതം സെറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിനെ ആസ് എൻ എക്സാമ്പിൾ ഒരു ഇൻഫ്ലുവൻസറിനെ കണ്ടുകഴിയുമ്പോഴത്തേനും പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചാൻസസ് കിട്ടുന്നു, ലൈഫ് സെറ്റായി. നോ, നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് ലൈക്ക് നമ്മളുടെ തളക്കുകൾ കേട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മളുടെ പേഴ്സണലി എന്തെങ്കിലും ഹറാസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് കണ്ടെത്തിയിട്ട് ആ രീതിയിൽ വോയിസ് എന്റെ അത് പോയി. ആ ചാറ്റല്ല, ഞാൻ റെക്കോർഡ് വെച്ച സംഭവം പോയി, അല്ലെങ്കിൽ എനിക്ക് തെളിവായിട്ട് കാണിക്കായിരുന്നു. പക്ഷെ അത് ഭയങ്കര ബോറല്ല, ലൈക്ക് നമുക്ക് തന്നെ നമ്മളുടെ കോൺഫിഡൻസും സ്കില്ലും ഒരു സെൽഫ് ഡൗട്ടുമോ ഞാൻ ജീവിക്കുന്നതിന് ഒരു അർത്ഥമുണ്ടോ എന്നുള്ളൊരു സംഭവം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അത് 24/7 ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഇപ്പൊ ക്രിയേറ്റേഴ്സിന്റെ ഇടയിൽ വരുന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്പൊ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടായി, അതിനകത്തുനിന്നേക്ക് പുറത്തേക്ക് വരുന്നു, മൂവ് ഓൺ ആയി വരുന്നു. പക്ഷെ ഈ ക്രിയേറ്റേഴ്സിന്റെ ഇടയിൽ വരുന്ന ഒരു എന്താ പറയാ കോമ്പറ്റീഷൻ പോലുള്ള പരിപാടികൾ ഉണ്ടല്ലോ, ഇതും അതും കോമ്പറ്റീഷൻ അല്ല, ഈഗോ. ഞാൻ അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറയാ, നിനക്കൊരു കുറച്ച് ഫോളോവേഴ്സ് കൂടുന്നത് ചിലപ്പോ ബാക്കിയുള്ളവർക്ക് കാണുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ മേ ബി ഞാനിപ്പോഴും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉള്ള രീതിയിൽ ചിന്തിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, എനിക്ക് ബാക്കിയുള്ളവരുടെ അങ്ങനെ ഹൈപ്പ് കാണുമ്പം, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് കാണുമ്പം, അവർ എഫേർട്ട് എടുത്തതിനോ റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സന്തോഷമാണ് വരാറുള്ളത്. ഞാൻ ഈ രീതി ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ആൾക്കാരും ചിന്തിക്കുന്നത്. സോ മേ ബി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഐ മീൻ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഈഗോ. ഐ മീൻ ഇപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ഹൈപ്പായി ഒരു 10,000 ഫോളോവേഴ്സ്, എക്സാമ്പിൾ ഒരു 10,000 ഫോളോവേഴ്സ് കയറിയാൽ മതി, അവരെന്തോ മറ്റേ വലിയൊരു അങ്ങനത്തെ ഒരു സംഭവം. നമ്മളൊരു ഹായ് അയച്ചാലോ സംസാരിച്ചാലോ കൂടെ തിരിച്ച് സംസാരിക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഇതെന്ത് ഇവൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ആണല്ലോ, അല്ലെങ്കിൽ ഇവളെ ചെയ്യുന്നത് ഇങ്ങനത്തെ ആണ്, ഞാൻ എന്തിനു പോയി സംസാരിക്കണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാരും അല്ല, എന്നാലും ഉണ്ട്. ഈ സ്കിൻ കെയർ കാര്യങ്ങൾ കൂടുതൽ ഒരു ആൺകുട്ടി ചെയ്യുമ്പോഴത്തേനും അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവര് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ പല രീതിയിൽ അവര് പറയും. അതായത് പെൺകുട്ടികളുടെ കുത്തകയാണ് ആ സ്കിൻ കെയർ റൂട്ടീൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത്. ആണുങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചുകൂടാ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാവും, ഓക്കെ അവർക്കും സ്കിൻ കെയർ ശ്രദ്ധിക്കാവുന്നതുള്ളൂ എന്നുള്ളത്. പക്ഷെ പലർക്കും ഈ സാധനം കത്തത്തില്ല. അപ്പൊ ഇവരെന്താന്ന് വെച്ചാൽ താഴെ വന്ന് കമന്റ് ഇടുന്നത് വേറെ രീതിയിലായിരിക്കും, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ഇടും. അപ്പൊ അങ്ങനെ കുറെ രീതിയിൽ അവര് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ DM-ലേക്ക് വരാറുണ്ട്. DM-ലേക്ക് സ്കിൻ കെയറിന്റെ ബേസിസിൽ എനിക്കൊന്നും വന്നിട്ടില്ല. സ്കിൻ കെയർ അല്ലെങ്കിൽ ഇതേപോലെ മേക്കപ്പ് അതൊന്നും DM-ൽ വന്നിട്ടില്ല. മേ ബി ഞാൻ അത്രയും പ്രൊജക്ട് ചെയ്ത് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, ഞാനൊരു ന്യൂട്രൽ ഇതിൽ നിൽക്കുന്നോണ്ടായിരിക്കും. ചിലപ്പോ കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കുറെ ലിപ്സ്റ്റിക് ഒക്കെ അയച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും കിട്ടുമായിരിക്കും DM-ല്. പക്ഷെ ഇതൊരു അങ്ങനെ ഇട്ടിട്ടില്ല. കമന്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറെ കമന്റ്സ് ഇതുപോലെ വരുന്നത്. ആൻഡ് ഐ ഫീൽ ലൈക്ക് വൈ ഷുഡ് ഗേൾസ് ഹാവ് ഓൾ ദ ഫൺ. വേണം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കാണെങ്കിൽ അതൊന്നും പിടിക്കത്തില്ല. ഇപ്പൊ ബോയ്സ് അത് സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ പെണ്ണാണ്, അല്ലെങ്കിൽ അവനെ പെണ്ണിന്റെ പോലെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കുറച്ച് വസന്തം ടൈപ്പ് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലുണ്ടെന്നുള്ളതാണ്. ഈ പറയുന്ന ആൾക്കാരെന്നെ ചെയ്യുന്നുണ്ട്. ഇതിപ്പം എന്റെ ജിമ്മിൽ പോകുമ്പോഴത്തേനും അവിടുന്ന് ചേട്ടന്മാർ അല്ലെങ്കിൽ എന്റെ പ്രായത്തിലുള്ള ചെക്കന്മാരെന്നെ ഈ സാധനം നല്ലതാണോ, ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെളുക്കോ, ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം കുരുമാറോ. അപ്പൊ അമ്മാരോടെ മാസ്കുലിനിറ്റി കാണിക്കാൻ വന്നിട്ട് ഹിഡൻലി ഇവര് ചെയ്യുന്നതും സ്കിൻ കെയർ ആണ്, അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു പെണ്ണ സ്വഭാവത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്ന സംഭവമാണ് അവർ ചെയ്യുന്നത്. സോ അതെനിക്ക് നേരിട്ട് അറിഞ്ഞതിൽ പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് ജസ്റ്റ് അവരുടെ ഒരു പ്രഹസനം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഫ്രസ്ട്രേഷൻ, അവർക്ക് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. അല്ലെങ്കിൽ നമ്മൾ ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇടുമ്പോഴേ ലൈക്ക് കിട്ടും. അപ്പം DP-യിൽ കയറിയിട്ട് ത്രൂ ചിലപ്പോ പെമ്പിളേർ അപ്രോച്ച് ചെയ്യും, ആമ്പിളേർ അപ്രോച്ച് ചെയ്യും. അതും ഒരു പോസിബിലിറ്റി ആണ് ഇവർക്ക് കമന്റ് ഇടാനുള്ള ഒരു പ്രചോദനം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ഇപ്പൊ ഞാനാണെങ്കിൽ കൂടെ നമ്മളിങ്ങനെ പോയി കമന്റ് വായിക്കുമ്പോഴത്തേനും അടി കൊള്ളാലി DP ഒന്ന് കയറി നോക്കിയേക്കാണെന്ന് പറയല്ലോ, നല്ല തഗ് ഡയലോഗ് ഒക്കെ ആണല്ലോ ചിലപ്പോൾ അവരുടെ ക്യാരക്ടറിൽ അത് പ്രതിപാദിക്കുന്നുണ്ടാവുന്ന പറഞ്ഞിട്ട് ഞാനും പോയി നോക്കാറുണ്ട്. അതൊരിതാണ്. കമന്റിൽ വന്നിട്ട് ഒരു മാസ് സംഭവം ഇട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തെറി വിളിച്ചിട്ട് അതിൽ നിന്ന് ലൈക്ക് കിട്ടി ഫോളോവേഴ്സിനെ കയറ്റുന്ന ഒരു സംഭവം അതിപ്പം ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തെറി വിളിച്ച ആൾക്കാര് തന്നെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കമന്റ് ഒക്കെ അല്ലെങ്കിൽ മോനെന്നാണോ അല്ലെങ്കിൽ വേറെ അല്ല ഭയങ്കര സ്നേഹത്തോടു കൂടിയൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട്
അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ ബോയ്സിനാണെങ്കിലും അപ്രോച്ച് ചെയ്യാനായിട്ട് പ്രശ്നം അതായത് ഉണ്ടാവില്ല? ചിത്രം ഉദ്ദേശിച്ചത് കമന്റില് ചീത്ത പറഞ്ഞിട്ട് ചീത്ത നല്ല രീതിയിൽ നമ്മളുടെ അടുത്ത് DM-ൽ വരുന്നു, DM-ല് അപ്രോച്ച് ചെയ്യുന്നു. ഉണ്ട് ഒബ്വിയസ്ലി അതുണ്ടായിട്ടുണ്ട്. ഞാൻ മൈൻഡ് പോലും ആക്കാറില്ല. ഞാൻ നോക്കുമ്പോഴത്തേന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. നോക്കിയപ്പോഴത്തേന് എന്നെ ഫോളോയും ചെയ്യുന്നുണ്ട്. കമന്റിൽ തെറി എഴുതിയിട്ട് ബ്രോ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആകുമോ, നമ്മുടെ സ്കിൻ ഇതേപോലെ ആകുമോ, എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മാഞ്ഞുവിട്ട് വന്ന് സംസാരിക്കാൻ. സൈക്കോ ഞാൻ ഐഡിയയിലേക്ക് പോകാറില്ല. ക്രഷ് ആണെന്ന് പറഞ്ഞു വരുന്നത് കൂടുതലും പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്? പെൺകുട്ടികൾ എന്താ പറഞ്ഞ ചേട്ടാ എനിക്ക് അല്ല ഇതുപോലെ ചേട്ടാ സിംഗിൾ ആണോ, ഹായ് വേറെ ആരെയും ചോദിക്കും എന്തെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് വരും. പക്ഷെ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നൂലേ കൊടുത്തേക്കാം അങ്ങനെയൊക്കെ? ചിലത് ഞാൻ കൊടുക്കാറുണ്ട്. ചിത്രനെ പോലത്തെ സുന്ദരികളായ കൊടുക്കാറുണ്ട്. അങ്ങനെ അധികം ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. അല്ല നമുക്കൊരു വൈബ് തോന്നുമല്ലോ അവരുടെ അക്കൗണ്ട് കാണുമ്പോഴേക്കും അല്ലെങ്കിൽ ഹാൻഡിൽ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഐ സ്റ്റോക്ക് കാണുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കും. ചിലപ്പോ അവർക്ക് ഈ ചേട്ടൻ റിപ്ലൈ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിട്ടായിരിക്കുമോ എന്ന് ആലോചിച്ച് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ അങ്ങനെ ആലോചിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കും. ദുരുദ്ദേശമൊന്നുമില്ല. ഞാൻ ഒന്നും ഉദ്ദേശിച്ചല്ല ചോദിച്ചത് കേട്ടോ. ഇപ്പൊ ദുരുദ്ദേശം അല്ല എന്ന് പറഞ്ഞില്ലേ, അല്ലാണ്ട് ഇങ്ങനെ കുറച്ചധികം ചാറ്റ് ഇങ്ങനെ നീണ്ടു പോയിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും? ഒരു നിള എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അല്ല അതല്ല ആ ചേച്ചിയല്ല, നിള എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ എന്തായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയാണ് എനിക്ക് ഇതേപോലെ കുറെ മോട്ടിവേഷൻ തരുമായിരുന്നു. അത് ഞാൻ തുടക്കത്തില് എന്റെ ഒരു 1-2 റീല് വൈറലായി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി ആ സമയം ചൂരല് ചാനലൊക്കെ അപ്പം അതൊക്കെ കത്തിക്കുന്ന ടൈമായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരി നീ ഇതേപോലെ ആവണം, എനിക്ക് നിന്റെ കോണ്ടന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, നിന്റെ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ഡീസെന്റ് ആയിട്ടുള്ള സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു. പുള്ളിക്കാരാണ് പറഞ്ഞത് കൺസിസ്റ്റൻസി ഈസ് ദ കീ, നീ എന്തൊക്കെ വന്നാലും ഇമോഷണലി എടുക്കാതെ പിടിച്ചു നിന്നോളണം, എനിക്ക് നിന്നെ അവിടെ കാണണം ഇവിടെ കാണണം, ഐ മീൻ ഉന്നതങ്ങളിൽ കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നല്ലൊരു കണക്ഷൻ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു മാമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞൊരു വേർഡ് ആ കൊച്ചിനെ വല്ലാതെ ഹേർട്ട് ചെയ്തു, ക്യാരക്ടർ വൈസ് പറഞ്ഞത്. പിന്നെ ആ കുട്ടി എന്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അത് പറഞ്ഞു എന്തോ ഒരു വാചകം, ഞാൻ എന്തായിരുന്നു തുറച്ചു നോക്കുന്ന എന്തോ ഒരു സംഭവം ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതങ്ങനെയല്ല, നിന്റെ ഐഡിയോളജി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഷീ ജസ്റ്റ് ബ്രോക്കപ്പ് വിത്ത് മീ. ബ്രോക്കപ്പ് ഇൻ ദ സെൻസ് ഫ്രണ്ട്ഷിപ്പില്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഉണ്ടാവുന്ന ഒരു കൂട്ടത്തിലാണോ അതോ അതൊക്കെ കൂളായിട്ട്? ഇല്ല, ആദ്യം എനിക്ക് ഇതേപോലെ ആൾക്കാരോട് ബൈ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ആളുകൾ പോയി വേറെ ആളുകൾ റീപ്ലേസ് ചെയ്യപ്പെടാനുള്ളതാണ്. സോ ആ ഒരു റിയലൈസേഷൻ വന്നത് പിന്നെ അവര് ബൈ പറയുന്നതിന് മുമ്പ് ഞാൻ ബൈ പറഞ്ഞു വിടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനമെങ്കിലും കിട്ടും. അവര് പറയുന്നതിന് മുമ്പ് നമ്മൾ ബൈ പറഞ്ഞു വിട്ടാലല്ലേ? അങ്ങനെയില്ല, ഇച്ചിരി വിഷമം ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ കോപ്പപ്പ് ചെയ്ത് പോകും. ബിക്കോസ് നമുക്കൊരു ബിസി ലൈഫാണ്, ആകെ ഇങ്ങനെ സ്ട്രെസ്ഫുള്ളി തിങ്ങി നിറഞ്ഞിരിക്കുന്ന അവിടെ ഇവിടെ വീഡിയോ ചെയ്യല്, അവിടെ പോകല്, ഫാമിലിയുടെ കാര്യം നോക്കണം, അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം. ഞാനത് അത്രയും ഹാർട്ടിലേക്ക് എടുക്കാറില്ല. പിന്നെ ഒരു യൂണിവേഴ്സിന്റെ ലോ ഉണ്ടല്ലോ, ഇഫ് സംതിങ് ഈസ് ഗോൺ സംതിങ് വിൽ ബി റീപ്ലേസ്ഡ്. അപ്പൊ ഐ ബിലീവ് ഇൻ ദാറ്റ്. ഇപ്പൊ എന്തൊക്കെ തരത്തിലുള്ള കണ്ടന്റ്സ് ആണ് ആദ്യമേ പ്ലാൻ ചെയ്ത് ഇരുന്നത്? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ കണ്ടന്റ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, എന്താ പറയാ പിന്നെ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യാറുണ്ട്, ഡാൻസ് ചെയ്യാറുണ്ട്. ഡാൻസിന് കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ. അപ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെയില്ല, എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ എനിക്ക് കാണിക്കാൻ താല്പര്യം. പിന്നെ ഒരു സംഭവം തന്നെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ബോറടിക്കും. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ഈ പാട്ട് എങ്ങനെ പാടാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഡാൻസ് സ്റ്റെപ്പ് എനിക്ക് പഠിച്ചെങ്ങനെ കളിക്കാൻ പറ്റും. സോ ഞാൻ തന്നെ അത് ചലഞ്ച് ആയിട്ട് എടുക്കും, എന്നിട്ട് ചെയ്യും. അപ്പൊ നമ്മളുടെ ലൈഫ് ബോറിംഗ് ആയിട്ട് തോന്നില്ല. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ചിലപ്പോൾ ഞാൻ ഒരു ക്യാരക്ടർ വീഡിയോ ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പം മ്യൂസിക്കിന്റെ അല്ലെങ്കിൽ പാരഡി എന്തെങ്കിലും ആയിരിക്കും. അത് മുടക്കുമ്പോ തന്നെ ഡാൻസിലേക്ക് ആടും, പിന്നെ വോയിസ് ഓവർ വീഡിയോസ് ചെയ്യും. അപ്പൊ എനിക്ക് തന്നെ ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ ബോർ അടിക്കരുത്. അപ്പോ എന്നാലേ നമുക്ക് ആ പാഷനൈറ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നാറില്ല, ഞാനിങ്ങനെ
ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ഇടയ്ക്ക് ഞാൻ വന്നിട്ടുള്ള കമന്റില് കാര്യങ്ങൾ നോക്കിയപ്പോഴേക്കും ഇവന്റെ കൂടെ ഏതെങ്കിലും ഒരു പെണ്ണ് വേണം, എന്നാലാണ് ഇവന്റെ റീച്ച് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ കുറെ ആളുകൾ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു ഇഷ്യൂ കഴിഞ്ഞത് പിന്നെയാണ് അങ്ങനത്തെ കമന്റ് കാര്യങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ബോറടിക്കുന്ന പോലെ, ഐ മീൻ ഞാൻ ചെയ്യുന്ന കാര്യം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു ആവർത്തന വിരസത തോന്നുന്ന പോലെ തന്നെ ഓഡിയൻസിനുണ്ടാവും. ഐ മീൻ നമ്മളുടെ തന്നെ ഫേസ്, എന്റെ ഇപ്പൊ തോട്ട് പ്രോസസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, നമ്മളുടെ തന്നെ ഫേസ് കണ്ടിരിക്കുമ്പോ ആൾക്കാർക്ക് ബോറടിക്കില്ലേ? അപ്പം വേറൊന്നുമില്ല, ആരാണ് എന്താണെന്ന് ചോദിക്കാനും എന്റെ ചാനലിൽ ഒന്നുമില്ല ഞാനല്ലാതെ. അപ്പൊ ഒബിയസ്ലി നമ്മൾ ആരെങ്കിലും ബ്രിങ്ങപ്പ് ചെയ്യും, അവര് ടാലന്റഡ് ആയിരിക്കും, അപ്പൊ അവരുടെ ടാലന്റ് പോർട്രേ ചെയ്യാൻ പറ്റും. എന്റെ ഒരു ചാനലില് ഇപ്പം ആ ഒരു ചെറിയൊരു കൊച്ചുണ്ട്, സേറ ഉണ്ട്, ഇപ്പം നേരത്തെ ഒരാളുണ്ടായിരുന്നു, വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എത്രയോ ടാലൻസിന് എനിക്ക് ബ്രിങ്ങപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ടാലന്റ് എനിക്ക് പോർട്രേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഹാപ്പിയാണ്.